ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഈ സീസണിന് ശേഷം അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. അത്തരത്തിലുള്ള ഒരു സൂചന ലൂണ നൽകുകയും ചെയ്തിരുന്നു. അതായത് ക്ലബ്ബ് വിടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തനിക്കൊന്ന് ചിന്തിക്കാനുണ്ട് എന്ന രൂപത്തിലായിരുന്നു അഡ്രിയാൻ ലൂണ സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന് ക്ലബ്ബുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഈ സീസണിലെ ക്ലബിന്റെ പ്രകടനം അദ്ദേഹത്തെ ശരിക്കും മടുപ്പിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഏതായാലും ലൂണക്ക് തന്റെ പ്രകടനത്തിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. പക്ഷെ അതിൽ കഴമ്പില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ലൂണ മികച്ച രൂപത്തിൽ ഇപ്പോഴും കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ആവറേജ് പ്രകടനം എപ്പോഴും അദ്ദേഹം നടത്തുന്നുണ്ട്. ഇന്നലത്തെ മത്സരത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. 90 മിനിറ്റ് കളിച്ചു. പാസിംഗ് അക്യുറസി വരുന്നത് 85%. 5 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ലൂണക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആകെ 46 ടച്ചുകൾ, അതുപോലെ തന്നെ അക്യുറേറ്റ് ക്രോസുകൾ 75%. ഒരൊറ്റ തവണ പോലും ഡിസ്പോസസ്ഡ് ആയിട്ടില്ല. 5 റിക്കവറികൾ, അതുപോലെ തന്നെ 75% ടാക്കിൾസ് വോൺ ചെയ്തു. 7 ഗ്രൗണ്ട് ഡുവലുകളും വോൺ ചെയ്യാൻ ലൂണക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതേസമയം ഈ സീസണിൽ അദ്ദേഹം ഗോളുകൾ ഒന്നും നേടിയിട്ടില്ല. പക്ഷെ 6 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട ഒരു കണക്ക് ഇവിടെയുണ്ട്. അതായത് ഈ ISL-ൽ 50-ൽ പരം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത കേവലം രണ്ടാമത്തെ താരമാണ് അഡ്രിയാൻ ലൂണ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലൂണ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് മുതലെടുക്കാൻ നമ്മുടെ ടീമിന് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഗോൾ മാത്രം അദ്ദേഹം നേടിയിട്ടില്ല. 6 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ലൂണ ഒരിക്കലും മോശമല്ല. അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. പക്ഷെ ടീമിന്റെ പ്രകടനം മോശമാണ്. ആ കൂട്ടത്തിൽ തീർച്ചയായും ലൂണക്കും അതിൻ്റെതായ ഒരു ഇടിവ് സംഭവിച്ചേക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.